ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം പുതിയൊരു വ്ളോഗായിട്ട് വരികയാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല നല്ല വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാമെന്ന്. പക്ഷേ ആ, മടിയാണ് മെയിനായിട്ട്. പിന്നെ ഒന്നാമതായിട്ട് 2 പേരുള്ളതുകൊണ്ട് ടൈമും ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഫാമിലി ആയിട്ട് ഒന്ന് ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന യാത്രയിൽ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. മക്കൾ 2 പേരും വണ്ടിയിൽ കയറി കുറച്ച് നേരമൊക്കെ ഒന്ന് ആക്റ്റീവായിരുന്നു. പിന്നെ അതാ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. മോന് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ നോക്കിക്കും. അവനക്ക് ഈ വണ്ടികളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നോക്കിക്കണ്ട് അവനിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് തിരൂർ നെസ്റ്റോയിലേക്കാണ്. ഫീഡിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ കുറേ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഫീഡിങ് മദർ ആയതുകൊണ്ട് തന്നെ മാക്സിമം നല്ല നല്ല ഫുഡുകൾ കഴിക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോയതായിരുന്നു. കുറേ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്ത സാധനങ്ങളൊന്നും ഞാൻ ഇതിലങ്ങനെ കാണിക്കുന്നില്ല. ജസ്റ്റ് ഞങ്ങൾ പോയതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ, ഉമ്മ, അൻഫാസ്ക, പിന്നെ നാത്തൂന്, ചിത്തു, പിന്നെ നീനു, മക്കൾ, ഞങ്ങളെല്ലാവരും കൂടെ പോയിരുന്നത്. തിരൂർ നെസ്റ്റോയിൽ പോയി അവിടുന്ന് നേരെ ഞങ്ങൾ ബീച്ചിലേക്കും പോയിട്ടുണ്ടായിരുന്നു. ബീച്ചിലെത്തിയത് ഒരു രാത്രി ഒരു 7 മണി 6 സംതിങ് ഒക്കെ ആയപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതുവരെ ഞങ്ങൾ ഇവിടെ ആയിരുന്നു, നെസ്റ്റോയിലായിരുന്നു. ഇവളിപ്പോൾ പറയുന്നത് വെച്ചാൽ ആ ബോക്സിൽ അതിൽ നമ്മൾ ജെല്ലി ഉണ്ടാക്കുന്ന ഒരു പൗഡറാണുള്ളത്. അപ്പോൾ അതിൻ്റെ കസിൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ വീട്ടിൽ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവൾ അത് വെച്ചിട്ട് നമ്മൾ ടാങ്കൊക്കെ കലക്കുന്നത് പോലെ ഉണ്ടാക്കിയിരുന്നു എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ വോയിസ് ഓവർ ഞാനിപ്പോൾ കൊടുക്കാൻ തന്നെ കാരണം ഞങ്ങളത് എല്ലാം ഇതിൽ സംസാരിച്ചുകൊണ്ട് തന്നെ വീഡിയോ എടുത്തിരുന്നു. പക്ഷേ നെസ്റ്റോയിൽ മ്യൂസിക് ഇട്ടത് കാരണം നമുക്ക് ഇനി കോപ്പിറൈറ്റ് ഇഷ്യൂ എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ഒക്കെ വരുമ്പോൾ ഞാൻ എന്തായാലും നേരിട്ട് സംസാരിക്കുന്ന ഓൺ വോയിസ് ആയിട്ടുള്ള വീഡിയോ തന്നെ ചെയ്യാം. ഇതിങ്ങനെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്കും ബുദ്ധിമുട്ടാണ്, കേൾക്കുന്നത് നിങ്ങൾക്കും ചിലപ്പോൾ പ്രശ്നമല്ല, ബോറടിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ചാനലിൽ വീഡിയോസ് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം, സപ്പോർട്ട് ചെയ്യുക. ഒരു പുതിയ യൂട്യൂബറായ നിലക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മാക്സിമം ഞാനിങ്ങനെ ലൈഫ് സ്റ്റൈലും പിന്നെ എടുക്കുന്നത് വെച്ചാൽ പാട്ടിൻ്റെ വീഡിയോസ് ആയിരിക്കും മാക്സിമം ഉണ്ടാവൽ. അപ്പോൾ അതൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എണ്ണത് പറയാത്ത സാധനം കേട്ടോ. കുഞ്ഞോ എന്തോ എന്തോ അല്ല ചിന്നെ മുടിപ്പിക്കാന്നുള്ള രംഗത്തിൽ വന്നാ ആണോ? എന്ത് അപ്പോൾ ഇത് എൻ്റെ ചിത്തുവാണ്. ചിത്തു മോളെടുത്തിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പറയായിരുന്നു. കാരണം അവൾ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര മിസ്സിങ് ആണ് മക്കളെ. കുറച്ച് ഏതെങ്കിലും ഒരു 1-2 മാസമൊക്കെ കൂടുമ്പോഴേ അവൾ മക്കളെ കാണുള്ളൂ. പിന്നെ എപ്പോഴും വീഡിയോ കോൾ ചെയ്യാൻ പറ്റാറുണ്ട്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് തിരിച്ച് പോകുന്നതാണ്. പോരുമ്പോൾ ഇങ്ങനെ ഇവർ നെസ്റ്റോൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അവരെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, നേരെ ബീച്ചിലേക്ക് വിട്ടു. ബീച്ചിൽ ഞങ്ങൾ എൻ്റെ നീനു പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അറിയുന്നൊരു വഴിയുണ്ട് അവിടെ, നല്ല ആളുകളൊന്നും റഷൊന്നും ഉണ്ടാവില്ല, നല്ല സുഖമായിട്ട് അവിടെ എത്താം. പക്ഷേ ഞങ്ങൾ ആ വഴി പോവാതെ മെയിനായിട്ടുള്ള വഴിയിൽ പോയപ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്നു. അൻഫാസ്ക വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങളടുത്തേക്ക് എത്തിയത്. അതുവരെ ഞങ്ങളെല്ലാവരും ബീച്ചിലേക്ക് നടന്നു വന്നു. മക്കളതിപ്പോൾ 2ാമത്തെ തവണയാണ് നമ്മൾ ബീച്ചിലേക്ക് കൊണ്ടുവരുന്നത്. കടലും കാണട്ടെ അവർ അല്ലേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് എന്താ പറയുക, ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതാണ് കണ്ടത്. ഞാൻ ഉപ്പിലിട്ട് കഴിക്കുന്നില്ല, കാരണം ഫീഡിങ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഒക്കെ കഴിക്കൽ കുറച്ച് കുറക്കണം. എരിവുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ ഇങ്ങനെ ഉപ്പിലിട്ടത്, പിന്നെ കൂടുതലും ജങ്ക് ഫുഡൊന്നും അങ്ങനെ കഴിക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ചില സമയത്ത് അത് നടക്കാറില്ല. ചിലപ്പോൾ നമ്മൾ എന്തായാലും പുറത്തുനിന്ന് തന്നെ കഴിക്കേണ്ടി വരലുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രേവിങ്സും ഉണ്ടാവും. പ്രഗ്നൻസി ടൈമിലുള്ള ക്രേവിങ്സ് തന്നെ നമുക്ക് ആഫ്റ്റർ ഡെലിവറിയും
ചിലർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്കങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ പുറത്തുനിന്ന് കഴിക്കും, എന്നാലും മാക്സിമം വീട്ടിലത്തെ ഹോംലി ഫുഡ് തന്നെ കഴിക്കാൻ നോക്കൽ. ഇത് മോളാണ്. മോൾക്ക് ഇങ്ങനെ പാർക്കിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഈ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ സാധനമില്ലേ വിമാനത്തിൻ്റെ, ഇത് കണ്ടിട്ട് ഭയങ്കര തുള്ളിച്ചാട്ടമായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കണ്ടില്ല അവൾ ചാടുന്നത്, അവൾക്കിത് അതുപോലെ പൂള് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ അതിലേക്ക് ഇങ്ങനെ ചാടാൻ നോക്കും. ഇതിപ്പോൾ മോനാണ്. മോന് ഇഷ്ടമുണ്ട്, അവനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അതിനോട് ഒരു ഇത് തോന്നിയിട്ടില്ല, അട്രാക്ഷൻ തോന്നിയിട്ടില്ല. അവനക്ക് ഫുള്ള് ഇപ്പോൾ കണ്ടില്ലേ പുറത്തൊക്കെ നോക്കുന്ന ബൈക്കുകൾ, ആ ബൈക്കാണ് അവനക്കിഷ്ടം. ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. ബൈക്ക്, കാറ്, ഓട്ടോറിക്ഷ അങ്ങനത്തെ വണ്ടികൾ റോഡിലൂടെ പോകുന്ന റിയൽ ആയിട്ടുള്ള വണ്ടികളോടാണ് അവനക്ക് താല്പര്യം. ഇതിപ്പോൾ മോള് ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അവിടെ ഒന്നും ഇറക്കാൻ പറ്റൂല, ചെറിയ മക്കളല്ലേ, അപ്പോൾ അങ്ങനെ ഇറക്കാൻ പറ്റൂല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവിടുന്ന് നേരെ വീട്ടിലേക്ക് വരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മോൾക്ക് അവിടുന്ന് വരാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അവൾക്ക് കുറേ ആൾക്കാരെയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഭയങ്കര ആക്റ്റീവായിരുന്നു രണ്ടുപേരും. പിന്നെ അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോസ്, വിശേഷങ്ങളും ഇതൊക്കെയാണ് അന്ന് പോയതിൻ്റെ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അതുവരെ ടാറ്റാ.